പത്തനംതിട്ട ഓമല്ലൂരിൽ പെന്തക്കോസ് സഭ നടത്തുന്ന അഗതി മന്ദിരത്തിലെ ബാലപീഡനത്തിൽ 3 പ്രതികൾ അറസ്റ്റിൽ. റെജി, ബെന്നി, സിജോ എന്നിവരാണ് അറസ്റ്റിൽ ആയത്. 3 പ്രതികളെയും ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം എത്തിക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഇതിലെ പ്രധാനപ്പെട്ട പ്രതി പാസ്റ്റർ ബിനു ഒളിവിലാണെന്ന് തോന്നുന്നു. പത്രസമ്മേളനം വിളിച്ച് കൂട്ടും എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അതിനു മുമ്പ് തന്നെ മുങ്ങിയിരിക്കുന്നു. പക്ഷേ എന്തായാലും ഈ കേസിൽ 3 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, നിലവിൽ അതായത് ഈ വൃദ്ധസദനത്തിൽ, അതായത് ഈ നടക്കുന്ന ആ ഒരു ക്രൂരതയുമായി ബന്ധപ്പെട്ട് ഈ ബാലന്മാർ, അതായത് 17 വയസ്സ് പ്രായമായിട്ടുള്ള 2 വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളൊരു പരാതിയാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. അതിലൊരു കുട്ടി നൽകിയ, കട്ടപ്പന സ്വദേശിയായിട്ടുള്ള കുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായിട്ടുള്ള 3 പേർക്കെതിരെ ഇലവുംതിട്ട പോലീസ് കേസെടുത്തത്. ആദ്യഘട്ടത്തിൽ കട്ടപ്പന പോലീസാണ് കേസെടുത്തത്. തുടർന്ന് പത്തനംതിട്ട പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് ഈ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും ഈ ജീവനക്കാർ 3 പേരും ഒളിവിലായിരുന്നു. സ്ഥാപനത്തിൻ്റെ മാനേജരും മറ്റ് 2 ജീവനക്കാരും റിജോ, സിജോ, ബെന്നി എന്നിങ്ങനെ പറയുന്ന 3 പേരെക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ഇത്തരത്തിൽ ബാലവേല അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇവർക്കെതിരെ കേസ്. ഉപദ്രവം, ശാരീരികമായിട്ട് ഉപദ്രവിക്കൽ, വടി ഉപയോഗിച്ച് അടിക്കൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. തുടർന്ന് ഇവർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഒളിവിലായിരുന്നു. എന്തായാലും വലിയ വിവാദം, അതായത് ഇവരെ പിടികൂടാനായിട്ട് പോലീസ് മനഃപൂർവ്വം താമസിക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ പിടികൂടാനായിട്ട് എന്തായാലും ഇപ്പോൾ ഇലവുംതിട്ട പോലീസ് നിർബന്ധിതരായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ഇവരെ 3 പേരെയും പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും 3 പേരും പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇവർക്കെതിരെ വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് പൊതുജന സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ BJPയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അവശേഷിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടിയും ഇതുവരെയും സ്വീകരിക്കാനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല. കാരണം ആ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരെയായിട്ട് നിരവധി ക്രൂരത നിറഞ്ഞ കഥകൾ പുറത്തു വരികയാണ്. കുട്ടികളെ ഉപദ്രവിക്കുന്നു, നവജാത ശിശുക്കളെയും അമ്മമാരെയും അടക്കം ഉപദ്രവിച്ച വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പോലും ആ സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പോലീസ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇയാളെ മനഃപൂർവ്വമായിട്ട് പോലീസ് സംരക്ഷിച്ച് നിർത്തുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ് ഈ പാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് ഇയാളിലേക്ക് പോലീസ് എത്താത്തത് എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. എന്തായാലും ഇയാളുടെ സ്ഥാപനത്തിലേക്കും അതോടൊപ്പം തന്നെ ഇയാളുടെ മറ്റ് പ്രാർത്ഥനാലയങ്ങളിലേക്കും ഒക്കെ BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ചുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 11:30 ഇയാളൊരു പത്രസമ്മേളനം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് BJP പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധവുമായിട്ട് എത്തി. ആ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് പാസ്റ്റർ അങ്ങോട്ടേക്ക് വന്നില്ല, പ്രസ് ക്ലബ്ബിലേക്ക് എത്തിയില്ല. തുടർന്ന് പത്രസമ്മേളനം ക്യാൻസൽ ചെയ്ത് അയാൾ ഒളിവിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്തായാലും അയാളും ഇപ്പോൾ ഒളിവിൽ തുടരുകയാണ്. പക്ഷേ അയാൾക്കെതിരെ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ശക്തമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ഈ 3 പേരെ അറസ്റ്റ് ചെയ്ത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ളൊരു നടപടിയാണോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് സംശയിക്കേണ്ടത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തേണ്ടതുള്ളത് അത്യാവശ്യമാണ്. കാരണം കേസിൻ്റെ വ്യാപ്തി അത്രത്തോളം വലുതായി കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും ഓരോ കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ ക്രൂരതകൾ, ആ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള കൂടുതൽ ക്രൂരതകൾ പുറത്തു വന്നിട്ടുള്ളത്. നവജാത ശിശുക്കളായിട്ടുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. അവർ 2 അമ്മമാരും ഉണ്ടായിരുന്നു. അവരെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചു. ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും ഈ അമ്മമാരെ സമ്മതിക്കാതെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് CWC കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഒരമ്മേനെയും കുഞ്ഞിനെയും മാത്രമേ അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചുള്ളൂ. അവരെ മറ്റൊരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരമ്മയും കുഞ്ഞും ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവരെ ആ സ്ഥാപനത്തിലെ ജീവനക്കാർ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് CWC പറയുന്നത്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അശരണരായിട്ടുള്ള, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഇവരിങ്ങനെ തിരഞ്ഞുപിടിച്ച് സഹായങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ രീതിയിൽ അടിമവേലയും അതിക്രൂരമായിട്ടുള്ള നടപടികൾക്കും വിധേയമാക്കുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള അന്വേഷണം ഇതിലുണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. പത്തനംതിട്ട ഓമല്ലൂരിൽ പെന്തക്കോസ് സഭ നടത്തുന്ന അഗതി മന്ദിരത്തിലെ ബാലപീഡനത്തിൽ 3 പ്രതികൾ അറസ്റ്റിൽ. റെജി, ബെന്നി, സിജോ എന്നിവരാണ് അറസ്റ്റിലായത്. 3 പ്രതികളെയും ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം എത്തിക്കും. ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.